ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്കിന്ന് വിഷുവായിട്ട് പെട്ടെന്നൊരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്ത് നോക്കിയാലോ. സോ ആദ്യം തന്നെ കണ്ണട മാറ്റിയിട്ട് കോൺടാക്ട് ലെൻസ് വെക്കട്ടെ കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടാണ് ചെയ്യാറ്. വീട്ടിലാണെങ്കിൽ എപ്പോഴും കണ്ണട തന്നെ, അതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പിന്നെ വർഷങ്ങളായിട്ട് കോൺടാക്ട് ലെൻസ് വെക്കുന്നത് കൊണ്ട് കോൺടാക്ട് ലെൻസ് വെക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ഓക്കെ, ഞാൻ ഇനി അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ മേക്ക് ഓവർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറാണ് ഒരു മേക്ക് ഓവറിൻ്റെ തന്നെ ഏറ്റവും ബേസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റീകോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിലെ ഗോട്ട് മിൽക്ക് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണ്. സന്തോഷിയുടെ പ്ലഷ് ബുട്ടീക്കിനകത്ത് റീകോട്ടിൻ്റെ ഒരു ചെറിയ സ്റ്റോറി അടുത്തായിട്ട് ഓപ്പൺ ചെയ്തിരുന്നു, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. ഞാൻ നോർമലി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രയേഴ്സ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ പുറത്ത് പോവുക അല്ലെങ്കിൽ ഒരു ഈവൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യും. അതിനുശേഷം സീറം അപ്ലൈ ചെയ്യും. പെൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് നല്ലൊരു ആയുർവേദിക് സ്മെല്ലുള്ള സ്പ്രേ ചെയ്യുന്ന ഒരു സീറമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. സെയിം റീകോട്ട് ബ്രാൻഡിലുള്ള മാറ്റിഫൈങ് പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് കൺസീലർ മാത്രം ഇട്ടു. മെബ്ലിൻ ന്യൂയോർക്കിൽ ബട്ടർ സ്കോച്ച് എന്ന് പറയുന്ന ടോണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തു. നമ്മൾ ഐബ്രോ ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു ഐബ്രോയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ലൈറ്റായിട്ട് റീകോഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഐ പെൻസിൽസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. നമ്മളുടെ ഹ്യൂഡ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള റോസ് ഗോൾഡ് പാലറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ പേരൊക്കെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം എക്സ്പയറി ഡേറ്റ് കഴിയാറായിട്ടുള്ള ഒരു പാലറ്റാണ് ഈ ഹ്യൂഡയുടെ റോസ് ഗോൾഡ് പാലറ്റ്. ലൈറ്റായിട്ടുള്ള ന്യൂഡ് കളേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വന്നിട്ട് ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് കൊക്കോവും ബ്ലാക്കും, അതായത് ബ്ലാക്ക് ട്രഫിൾ ആൻഡ് കൊക്കോ എന്ന് പറയുന്ന ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ട് ഐലൈനർ എഴുതുന്നതിന് പകരം അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇപ്രാവശ്യം ഒരു ലൈറ്റ് ആൻഡ് സ്മോക്കി ഐസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടല്ല, വളരെ സിമ്പിളായിട്ട് നേച്ചുറൽ ലുക്കോട് കൂടെ വേണം. താഴെയും അതേ സെയിം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഐ പെൻസിൽസോ ഐലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് റെഡ് കളർ വെച്ചിട്ട് താഴെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതും സ്മഡ്ജ് ചെയ്ത് തന്നെയാണ് വിടുന്നത് ബ്രഷ് വെച്ചിട്ട്. ഇനി വീണ്ടും ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ രണ്ട് എൻഡും നമ്മൾ ജസ്റ്റ് ഒരു ടെയിലിൻ്റെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് എൻ്റെ ഒരു കണ്ണിൻ്റെ ബേസ് മേക്കപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലിറ്റേഴ്സിന് വേണ്ടിയിട്ട് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ടാപ്പ് ചെയ്തിട്ട് ദുബായ് എന്ന ഷെയ്ഡുള്ള ഗ്ലിറ്ററാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ടച്ച് ആൻഡ് ടാപ്പ് മാത്രം ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് കണ്ണിൻ്റെ മേലെ ആയി പോകും, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കൈ വെച്ച് തന്നെ എടുത്തിടുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതും ഒരു വളരെ നീറ്റ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കണ്ണിൻ്റെ മേലെ കൊണ്ടുവരാൻ പറ്റും. സ്മോക്കി ഐസ് ആണോ എന്ന് ചോദിച്ചാലാണ്, പക്ഷേ അധികം ഓവർ ആവുന്നില്ല. ഇനി നമുക്ക് മസ്കാര ചെയ്ത് കൊടുക്കാം. ഈ അടുത്തായിട്ട് ഞാൻ അങ്ങനെ ഐലാഷസ് ഒന്നും ഒട്ടിക്കാറില്ല, മസ്കാര വെച്ച് തന്നെയാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. ഇതും റീകോഡ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഒരു പ്രൊഫഷണൽ മസ്കാരയാണ്. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്ത് നോക്കുകയാണ്. നല്ലോണം വോളിയം ആൻഡ് ലെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വട്ടം യൂസ് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലോണം ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ഞാൻ താഴേക്കും യൂസ് ചെയ്തത്. താഴത്തേക്കും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് എഴുതാത്തത് കൊണ്ട് ഈ ഒരു മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണിന് നല്ല വോളിയം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണ് എഴുതി കഴിഞ്ഞാൽ കണ്ണ് എഴുതിയ ഒരു ഭയങ്കര ഫീൽ കിട്ടും. ഡാർക്ക് ബ്രൗൺ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഫീലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ ബ്രൗൺ കളർ പിഗ്മെൻറ്റഡ് പൗഡേഴ്സ് വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടോ. സോ ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലഷ് പൗഡർ അല്ല, ക്രീം ബ്ലഷാണ് ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇതും റീകോട്ട് ബ്രാൻഡിലുള്ള നമ്പർ 07 എന്നുള്ള നമ്പറിലുള്ള ബ്ലഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റായിട്ട് യൂസ് ചെയ്ത് കൊടുത്തു. മെയിനായിട്ട് എൻ്റെ ചീക്ക് ടു ചീക്ക് ബോൺസ് യൂസ് ചെയ്തു, നോസിൻ്റെ മിഡിൽ യൂസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് വെച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കത് കാണുമ്പോൾ ഇത് ഒരുപാട് ഇട്ട പോലെ തോന്നും, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് ബ്രഷൊക്കെ വെച്ച് സ്മഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാറും. എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പൗഡറിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആൻഡ് ഫ്ലഷി ആയിട്ട് തോന്നുന്നത് ഈ ക്രീം ബ്ലഷാണ്. പിന്നെ നമ്മൾ സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. മാക്കിൽ NC40 അല്ലെങ്കിൽ 42 ആണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ NC40 യൂസ് ചെയ്യും. എന്തെങ്കിലും ഒരു റിയൽ ടൈം ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് NC42 ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് കോണ്ടോറിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ബ്രോൺസർ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ കോണ്ടോർ ചെയ്യുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനകത്തുള്ള ഹൂല എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ബ്രോൺസർ പൗഡറാണ്, കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ബോക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കഴിയാറായി, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഞാനത് വെച്ചിട്ട് എൻ്റെ ചീക്ക് ബോൺസ്, അതായത് എൻ്റെ ചീക്ക് ബോൺ ടു എൻ്റെ ലിപ്പിൻ്റെ അവിടേക്കുള്ള ലൈൻ കട്ട് ചെയ്യും. പിന്നെ നോസിൻ്റെ രണ്ട് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ, അത്രമാത്രമേ ചെയ്യാറുള്ളൂ. ഇനി ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ലിപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കളർ ബാർ എന്ന് പറയുന്ന ബ്രാൻഡിനകത്തുനിന്നുള്ള ട്രൂ എർത്ത് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി സെഫോറ എന്ന് പറയുന്ന ബ്രാൻഡിനകത്ത് ലിപ്പ് ടിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കൈൻഡ് ഓഫ് ലിപ്പ് ഗ്ലോസ് ആണ്. ഈ ലിപ്പ് ഗ്ലോസ് ഇടുമ്പോൾ ലിപ്പ് ഗ്ലോസി ആവുന്നു എന്നതിനുള്ളതിനെക്കാട്ടിലും ലിപ്പ് നമുക്ക് ലൈറ്റായിട്ട് പ്ലംപി ആയിട്ട് അറിയും. അത് മാത്രമല്ല, ഈ ലിപ്പ് ഗ്ലോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടിങ്ക്ലിംഗ് എഫക്റ്റാണ് നമ്മുടെ ലിപ്പിലുള്ളത് കേട്ടോ. അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോഡക്റ്റും കൂടി യൂസ് ചെയ്യുന്നു. അതും ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് കൈകൊണ്ട് തന്നെ ടച്ച് ആൻഡ് ഡാബാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും പിന്നെ വന്നിട്ട് നെറ്റിയിലും മൂക്കിൻ്റെ ആ ഒരു പാലത്തിലും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹെയർ കംപ്ലീറ്റ് ചെയ്യാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട്, അതായത് മെയിനായിട്ട് എൻ്റെ ക്രൗൺ ഏരിയയിൽ എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെറ്റിംഗ് സ്പ്രേയോ വാക്സോ എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയെല്ലാം ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാനൊരു ടെയിൽ കോമ്പിലേക്ക് സീറം സ്പ്രേ ചെയ്യും, എന്നിട്ട് അതുകൊണ്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കും. ഇനി ഫ്രണ്ട് ബാക്ക് കോംബ് ചെയ്യുന്നതിന് പകരം ഒരു വോളിയം കിട്ടാനായിട്ട് ഈ ഒയാസിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് മാത്രം യൂസ് ചെയ്യും. ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയും പിന്നെ സ്കാലപ്പൊക്കെ ഒരുപാട് ഡ്രൈ ആവാനും കൊഴിഞ്ഞു പോകാനും മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് ഹെയറിനൊരു വോളിയം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൗഡറിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും കേട്ടോ. സോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറയുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് ചേരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചേരില്ല. അപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ആണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത്.